എണ്ണും ചെയ്തില്ലെന്ന് പറയില്ലേ? ഞങ്ങൾ മിനിസ്റ്ററോട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈ ബാക്കിലൊന്ന് തുറന്ന് ഡിസ്പ്ലേ ഉണ്ടാകുന്ന നോക്കും. രാവിലെ ഇങ്ങനെ സംഭവമാണ്. ഞാൻ വരുന്ന എൻ്റെ അടുത്തും ഈ പ്രശ്നമുണ്ട്. ഒറ്റമശ്ശേരി നടക്കേണ്ട സംഭവമല്ലേ? ഒറ്റമശ്ശേരി അടക്കമുണ്ട്. എനിക്കും രാവിലെ കടലുകയറ്റത്തിനൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം നോക്കിയിട്ട് ഓരോ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കസ്റ്റംസും മറ്റുള്ളവർക്കുമാണ് ഇതിനകത്ത് ഉള്ളത്. ചിലതെല്ലാം തൊടാൻ പോലും പാടില്ല. 8 മണിക്കൂറായി. ഇന്നലെ ഒരു ദിവസം രാത്രി ഈ ഷിപ്പ് പൂർണ്ണമായിട്ട് താന്നപ്പോൾ ആലപ്പുഴ കൊല്ലം തീരത്ത് ഈ കണ്ടെയ്നറും അടിയും എന്നുണ്ട്. പോലീസ് സംവിധാനം പോലും ഇന്നലെ ഞാൻ ഈ പ്രദേശത്ത് കണ്ടില്ല. കേട്ടോ സാർ, ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ ഞാൻ തന്നെ യോഗം വിളിച്ച എല്ലാ പോലീസ് സൂപ്രണ്ടും കളക്ടറും ഉൾപ്പെടെയുള്ളവരുടെ യോഗം ഇന്നലെ ഞാൻ വിളിച്ചത്. ഇന്നലെ എന്നിട്ടും അതിനനുസരിച്ചാണ് ഈ പിന്നെ ഓയിലിന്റെ പ്രശ്നമുണ്ട്, കണ്ടെയ്നറിന്റെ പ്രശ്നമുണ്ട്. അതെങ്ങനെയാണ് ഇവിടെ ഒന്നും കണ്ടില്ല സാർ. ഈ പ്രദേശത്ത് സാറിന് കണ്ടില്ല. അതല്ല പ്രശ്നം. രാവിലെ അടിയാണ്, ഈ കണ്ടെയ്നർ അടിയാണ്. ഇതൊന്നും പൊട്ടിയിട്ടില്ലായിരുന്നു ഈ ബാഗുകളൊന്നും. ഇപ്പൊ 2 മണിയായി. ഈ 2 മണി വരെ ഇതൊന്നും നീക്കാനുള്ള യാതൊരു നടപടികളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ ഇത്ര 7 മണിക്കൂർ ഈ കസ്റ്റംസിനെ എങ്ങനെ വെയിറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പ്രദേശവാസികൾ ആശങ്കയിലാണ്. മുമ്പ് ഒരു ഇൻസിഡന്റ് സംഭവിച്ച് 2 ദിവസമായതായിരുന്നു. അല്ലെങ്കിൽ സഡൻ സംഭവിച്ചല്ല. ഇവിടെ ഇതിലെ പോയപ്പോൾ സംഭവിച്ചാണെങ്കിൽ നമുക്ക് പറയാം. എടുത്തിട്ടില്ല. ഏതാണ്ട് 7-8 മണിക്കൂറായിട്ട് പോലും കൊച്ചിയിൽ നിന്ന് കസ്റ്റംസ് വരണമെങ്കിൽ 8 മണിക്കൂർ വേണം. എണ്ണും ചെയ്തില്ലെന്ന് പറയില്ലേ? ഞങ്ങൾ മിനിസ്റ്ററോട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈ ബാക്കിലൊന്ന് തുറന്ന് ഡിസ്പ്ലേ ഉണ്ടാകുന്ന നോക്കും. രാവിലെ ഇങ്ങനെ സംഭവമാണ്. ഞാൻ വരുന്ന എൻ്റെ അടുത്തും ഈ പ്രശ്നമുണ്ട്. ഒറ്റമശ്ശേരി നടക്കേണ്ട സംഭവമല്ലേ? ഒറ്റമശ്ശേരി അടക്കമുണ്ട്. എനിക്കും രാവിലെ കടലുകയറ്റത്തിനൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം നോക്കിയിട്ട് ഓരോ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കസ്റ്റംസും മറ്റുള്ളവർക്കുമാണ് ഇതിനകത്ത്